الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ നിർബന്ധ ജുമാ ഖുതുബയിൽ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന ഈമാൻ കാര്യത്തിലെ 6ാമത്തെ വിശ്വാസ കാര്യങ്ങൾ ആണ് നാം വിശദീകരിച്ചത്. അതോട് അനുബന്ധമായി മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി ഇന്ന് വിശദീകരിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നന്മകളും തിന്മകളും ഒക്കെ എല്ലാം അള്ളാഹുവിൻ്റെ വിധിയുടെയും തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അഭൗതികമായ നിലക്കുള്ള പ്രതീക്ഷകളും ഭയവും ഒക്കെ അള്ളാഹുവിനെ മാത്രമായിരിക്കണം, അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമായിരിക്കണം. അഭൗതികമായ ഒരു വസ്തുവിനെയും സൃഷ്ടിയെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിനെ അല്ലാതെ. നമ്മൾ രാത്രിയിൽ ഇരുട്ടിൽ നടന്നു പോകുന്ന സമയത്ത് വെളിച്ചം കയ്യിലില്ലെങ്കിൽ ആ വഴിയിൽ നിന്ന് നമ്മെ പാമ്പ് കടിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടുക എന്നുള്ള അതൊരു അഭൗതികമായ ഭയമല്ല, അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പേടിയാണ്. എന്നാൽ കാവിലുള്ള പാമ്പ്, അതിന്റെ കോപം എനിക്ക് ബാധിക്കുമോ, അത് കാരണം എനിക്ക് പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടാവുമോ എന്ന് നമ്മൾ ഭയപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും അഭൗതികമായ ഒരു ഭയമാണ്. അപ്പൊ ആ നിലക്കുള്ള ഒരു പേടി അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും അങ്ങനെ പേടിക്കാൻ പാടില്ല എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം. അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടിയെയും ഭയപ്പെടേണ്ടതില്ല അഭൗതികമായ നിലക്ക് എന്ന് ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തേണ്ടതും അള്ളാഹുവിൽ മാത്രമായിരിക്കണം, ഏതെങ്കിലും ഒരു സൃഷ്ടിയിലാവരുത്. ഏതെങ്കിലും ഇപ്പൊ നമ്മളൊക്കെ ചില ആളുകൾക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, വീട്ടിലൊരു കുട്ടി, ആ കുട്ടിയെ വികലാംഗനായ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ജീവിതത്തിൽ ആ വീട്ടിൽ വരുന്ന ഐശ്വര്യം, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയത്, ഗൾഫിലേക്ക് വിസ കിട്ടിയത്, അല്ലെങ്കിൽ ജോലിയിൽ ഉയർന്നമായ ശമ്പളം കിട്ടിയത് ഒക്കെ ആ കുട്ടി വന്നതിന് ശേഷമാണ്. ആ ഒരു വിശ്വാസം അത് ശിർക്കാണ്. അള്ളാഹുവാണ് എനിക്ക് എല്ലാ നന്മയും തിന്മയും എത്തിച്ചു തരുന്നത്, അത് അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് എന്ന ഈമാനിന്റെ 6ാമത്തെ വിശ്വാസത്തിൽ നമ്മൾ തെറ്റിപ്പോവാണ്.
അവൻ നല്ല ഐശ്വര്യം ഉണ്ടാവുന്നത്, പ്രതീക്ഷകൾ വെച്ച് പുലർത്തേണ്ടതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. ഗുണങ്ങൾ വരുന്നതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്, തിന്മകൾ വരുന്നതൊക്കെ അള്ളാഹുവിന്റെ ഖളാ പ്രകാരമാണ്. അതിൽ തെറ്റിപ്പോവാണ്. ഇപ്പം മുസ്ലിം സമുദായത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പൊ എന്തെങ്കിലും പരീക്ഷണങ്ങളോ രോഗങ്ങളോ ഒക്കെ അള്ളാഹു ജീവിതത്തിൽ കണക്കാക്കും. അതിന് പക്ഷെ പിതാവിന് വന്ന് അത് മാറി, പിന്നെ മാതാവിന് വന്ന്, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വന്ന്, അങ്ങനെ മേൽക്കുമേൽ പരീക്ഷണങ്ങൾ വരുമ്പോ വീട്ടിലേക്ക് ആ കുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടതിന് ശേഷമാണ് ആ പ്രയാസങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. നമ്മൾ ഈമാൻ തെറ്റിപ്പോയി എന്നർത്ഥം. നമ്മൾ കൃത്യമായി പഠിച്ച് ഖുർആന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്നാണ് എല്ലാ നന്മയും തിന്മയും എന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ട് ഓരോ നിസ്കാര ശേഷവും അള്ളാഹുവെ നീ നൽകിയതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല, നീ തടഞ്ഞതിനെ നൽകാൻ ഒരാൾക്കും കഴിയില്ല, ഒരു കഴിവുള്ളവന്റെ കഴിവ് നിന്റെ അടുക്കൽ ഉപകാരപ്പെടുകയില്ല എന്നൊക്കെ ഈ നിസ്കാര ശേഷമൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഈമാൻ തെറ്റിപ്പോവാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കൃത്യമായി വിശദീകരിച്ചു. ഏതെങ്കിലും നിസ്സാരമായ സൃഷ്ടികൾ, നിസ്സാരമായ ജീവികൾ, നിസ്സാരമായ ചെടികളാണ് എന്റെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും നിസ്സാരമായ സൃഷ്ടികളാണ് എന്റെ ജീവിതത്തിൽ തിന്മ കൊണ്ടുവരുന്നത് എന്ന വിശ്വാസത്തിലേക്ക് ശൈത്താൻ നമ്മളെ മനസ്സിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ഖളാ ഖദറിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പെൺകുട്ടിയെ കെട്ടിച്ചുകൊണ്ടുവന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ ദുരിതവും പ്രയാസവും ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കില്ല. ഏതെങ്കിലും കുട്ടി വികലാംഗരായത് കൊണ്ടോ മറ്റേതെങ്കിലും ഭൗതികമായ സൃഷ്ടികളാണ് എന്റെ ജീവിതത്തിൽ നന്മ കൊണ്ടുവന്നത് എന്നും വിശ്വസിക്കില്ല. എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസം, അത് അടിയുറച്ച വിശ്വാസമായിരിക്കും ഒരു മുഅ്മിന്റെ. ആ ഒരു വിശ്വാസത്തിൽ അല്ലാതെ നിലക്ക് നമ്മൾ ശിർക്ക് വന്നു പോയാൽ, നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പ് വന്നു പോയാൽ നമ്മൾ ശിർക്ക് സംഭവിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ പൂർണ്ണമായി നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം. പിന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, 3 കാര്യങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ ഒഴിവാവില്ല എന്നാണ്. മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒരാളും ഒഴിവാവുകയില്ല. അത്വയറത്തു, ശകുനം അനുഭവപ്പെടുക. അതുപോലെ തന്നെ വന്നു ഊഹം തോന്നുക മനസ്സിൽ. വൽ ഹസദു, അസൂയ തോന്നുക. ഈ 3 കാര്യങ്ങളിൽ നിന്ന് ഒരു മനുഷ്യന്റെ മനസ്സ് ഒഴിവാവുകയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് തീരത്തിൽ ദുശ്ശകനം അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കാല് വെച്ചു, അതിന് ദുശ്ശകനായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. അതുപോലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്, റോഡിലെത്തുന്നതിന് മുമ്പേ മറന്നുപോയി തിരിച്ചു പോയി, എന്തോ ഒരു കാര്യം അത്യാവശ്യമുള്ള കാര്യം മറന്നുപോയി വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അതുപോലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ, ഒരു പ്രതീക്ഷ വെച്ച് ഇറങ്ങിത്തിരിക്കുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു കാക്ക നമ്മളെ വസ്ത്രത്തിലേക്ക് അങ്ങോട്ട് അപ്പിട്ടു. അപ്പൊ ഈ ദുശ്ശകനമാണ്, ഇന്ന് ഞാൻ പോകുന്ന കാര്യം ശരിയാവില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചോ എങ്കിൽ നമ്മുടെ ഈമാനിൽ തകരാറ് സംഭവിച്ചു എന്നാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഇറങ്ങിയ ദുശ്ശകനം അനുഭവപ്പെടുന്ന ഘട്ടം, എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്തരം ദുശ്ശകനങ്ങൾ അനുഭവപ്പെടുന്ന ഘട്ടങ്ങൾ ഉണ്ടാവുന്നു. അതാ റസൂൽ പറഞ്ഞത്, ഒരാളിൽ നിന്ന് ഒഴിവാവൂല. അപ്പൊ നമുക്ക് അന്ന് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒന്ന് കാല് വെച്ച് നോക്കിയാൽ പോകാൻ സാധിക്കാത്ത അവസ്ഥ, പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടതില്ല. പക്ഷെ കാല് വെച്ചുത്തി എന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ വല്ലതും മറന്നുപോയി എന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുശ്ശകനം അനുഭവപ്പെട്ടു എന്നതിന്റെ പേരിൽ മാത്രം നമ്മൾ പോകാൻ തീരുമാനിച്ച, ഇറങ്ങിത്തിരിച്ച കാര്യത്തിൽ നമ്മൾ പിറകോട്ട് പോകുന്നു എങ്കിൽ നമ്മുടെ ഈമാനിന്, തവക്കുലിന് തകരാറുണ്ട്, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം അള്ളാഹുവാണ് നമ്മുടെ കാര്യം ശരിയാക്കി തരേണ്ടവൻ. അത് നടക്കണോ വേണ്ട എന്ന് തീരുമാനിച്ചതും അള്ളാഹുവാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു ശകുനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ നിങ്ങൾ എന്താക്കണം? അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത ലാ ഹൗല വലാ അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരുന്നവൻ നീ അല്ലാതെ മറ്റാരുമല്ല, തിന്മയെ തടയുന്നവനും മറ്റാരുമില്ല, നിനക്കല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കണം.
നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദുശ്ശകനങ്ങൾ അനുഭവപ്പെട്ടാൽ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഒരിക്കലും ഒരു ശകുനം അനുഭവപ്പെട്ടു, ഒരു ദുഷിച്ച കാര്യം, നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അനുഭവപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തിൽ നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ആ 3 കാര്യങ്ങളൊന്നും ഒരാൾ ഒഴിവാവില്ല. ആ ശകുനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. അതിന്റെ ഊഹവും അസൂയയും ഇപ്പൊ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഇപ്പൊ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുക, വമൽ മഖറജു മിൻഹ, ഈ 3 കാര്യങ്ങൾ അനുഭവപ്പെട്ടാൽ എന്താണ് അതിന്റെ രക്ഷാമാർഗം? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ തതയ്യർത ഫലാ തർജി, നിനക്കങ്ങനെ ഒരു ശകുനം അനുഭവപ്പെട്ട ഒരിക്കലും നീ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോകരുത് എന്ന്. അതുപോലെ തന്നെ വൈദാ വനന്ത ഫലാ തുഹഖിഖ്, നിനക്കൊരു ഊഹം നിന്റെ മനസ്സിൽ തോന്നിയ ആ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നീ നീക്കരുത്. വൈദാ ഹസത്ത ഫലാ തബ്ഗി, അങ്ങനെ ഒരു അസൂയ നിന്റെ മനസ്സിൽ തോന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അനാവശ്യമായ കാര്യവും വാക്കും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഇതാണ് ഈ 3 കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷാമാർഗം എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ജീവിതത്തിൽ എന്ത് മോശപ്പെട്ട ശകുനം നമുക്ക് അനുഭവപ്പെട്ടാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തിൽ നിന്നും മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് വെക്കാതിരിക്കുക. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പോയ കാര്യം ശരിയായില്ല എന്ന് വിചാരിക്കാം. ശരിയായിട്ടില്ല, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ വൃത്തിയോട്ടോ ഞാൻ കണ്ട്, അതുകൊണ്ട് ശരിയാവൂല. അല്ലെങ്കിൽ ആ കാക്ക അപ്പിട്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചത് ശരിയാ. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അന്ന് കാര്യം ഒന്നും ശരിയായിട്ടില്ലെങ്കിലോ അള്ളാഹു എനിക്കത് കണക്കാക്കിയിട്ടില്ല, അതിലെന്തെങ്കിലും ഹൈറിനൊക്കെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാകും. ഇങ്ങനെ വിശ്വസിക്കുക ഒരു മുഅ്മിന്റെ വിശ്വാസതാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുഅ്മിന് മാത്രമേ സമ്പൂർണമായ നിർഭയത്വത്തോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഇതുപോലെ തന്നെ ഈ നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാണ് അഭൗതികമായി നമ്മൾ ഭയപ്പെടേണ്ടത്. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് നമ്മൾ സൽപ്രതീക്ഷകൾ അർപ്പിക്കേണ്ടത്, മറ്റൊരു സൃഷ്ടിയിൽ നിന്നല്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ പിന്നെ സിഹിറിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? കണ്ണേറിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു സംശയമാണത്. സത്യത്തില് കേരളത്തില് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് തൗഹീദ് അനുസരിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ച് ചര്യ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച, വളരെ സുന്ദരമായി നിലനിന്നിരുന്ന, ആദർശവുമായി നിലനിന്നിരുന്ന, വളരെ ദ്രുതഗതിയിൽ വളർച്ച പ്രാപിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തെ, ഒരു ആദർശ പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സഡൻ ബ്രേക്ക് ഇട്ട ഒരു അനാവശ്യമായ ചർച്ചയാണ് സത്യത്തിൽ ഈ ചർച്ച എന്ന് പറയുന്നത്. കണ്ണേറ് ഫലിക്കോ സിഹിർ ഫലിക്കോ എന്നൊക്കെയുള്ള വിശ്വാസം ഈ സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അത്തരം ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ല. അത്തരം ഒരു ചർച്ച തന്നെ നമ്മുടെ ഇടയ്ക്ക് ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഫലിക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ പറയും വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു നിലക്കുള്ള ഒരു ഉപദ്രവവും നിങ്ങൾ ഏൽക്കില്ല എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണത്. അപ്പൊ പിന്നെ സിഹിർ ഫലിക്കോ കണ്ണേറ് ഫലിക്കോ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമല്ലാതെ ഒരു ഗുണവും ദോഷവും നമുക്ക് വരില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ സിഹിർ ഫലിക്കോ കണ്ണേറ് ഫലിക്കോ എന്ന് ചോദിച്ച് ചർച്ച ചെയ്തിട്ട് അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കിയിട്ട് കക്ഷികളായി പിരിയേണ്ടുന്ന ആവശ്യം? ആ സത്യത്തിൽ ശൈത്താൻ ഇടപെട്ടു എന്നതല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. പിശാച് വിജയിച്ചു എന്നതല്ലാതെ. നോക്കൂ, നിങ്ങൾ ഈ പള്ളിക്ക് ആ ഒരൊറ്റ ഡോറ് മാത്രമേ ഉള്ളൂ എന്ന് കണക്കാക്കിക്കോ. നിങ്ങൾ മുമ്പിൽ കാണുന്ന ആ ഒരു ഡോറ് മാത്രമേ ഈ പള്ളിക്കുള്ളൂ. പള്ളിയുടെ പുറത്ത് ഒരുപാട് ശത്രുക്കളുണ്ട്, എതിരാളികൾ, നമ്മുടെ എതിരാളികളുണ്ട്. ആ ഡോറിന്റെ മുമ്പിൽ നമ്മൾ ഒരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. ആ കാവൽക്കാരൻ വിചാരിക്കാതെ ഒരൊറ്റ ആൾക്കും ഇങ്ങോട്ട് ഉള്ളിലോകത്ത് കടന്നുകൊണ്ട് നമ്മെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു നോക്കൂ. എങ്കിൽ ആ കാവൽക്കാരനോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ നമ്മള്?
ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പുറത്തുണ്ടാവും, ശത്രുക്കൾ ഉണ്ടാവാം. പക്ഷെ അള്ളാഹു തീരുമാനിക്കാതെ ഒരു ഉപകാരവും ഒരു ഉപദ്രവവും നമുക്ക് ചെയ്യാൻ മറ്റൊരാൾക്കും കഴിയില്ല എങ്കിൽ പിന്നെ നമ്മൾ സിഹറിനെ ഭയപ്പെടേണ്ടതുണ്ടോ, കണ്ണീറിനെ ഭയപ്പെടേണ്ടതുണ്ടോ? ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിലേക്ക് രോഗങ്ങളായിട്ടും പരീക്ഷണങ്ങളും പ്രയാസങ്ങളായിട്ടും നമുക്ക് കാരണങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഒരു തലവേദന നമുക്ക് വന്നാൽ അത് എന്തുകൊണ്ട് വന്നു നമുക്ക് അറിയാൻ പറ്റില്ല. ചില ഡോക്ടറെ അടുത്ത് പോയ ഡോക്ടറും ഈ മരുന്ന് കുടിച്ചു നോക്കി 2 ദിവസം എന്ന് പറയും, എന്താ കാരണം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് കാരണം അറിയുന്നതും അറിയാത്തതുമായ പല നിലക്കുള്ള രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ വരും. അവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? തദാവൂയ ഇബ്നു ആദം ലിക്കുല്ലി ദാഇൻ ദവാഉൻ. നിങ്ങൾക്ക് എന്ത് രോഗം വന്നാലും നിങ്ങൾ ചികിത്സിക്കുക, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്, നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞു. അതോടൊപ്പം ചികിത്സയോടൊപ്പം നമ്മുടെ മനസ്സിന് തവക്കുലിന് ശക്തി കിട്ടാൻ വേണ്ടി, നമുക്ക് അള്ളാഹുവിൽ അർപ്പിക്കാൻ വേണ്ടി, മനസ്സ് അള്ളാഹുവിൽ സമർപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ആ ചികിത്സയോടൊപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രാർത്ഥനയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ മുഅവ്വിദാത്ത് എന്ന റസൂലുള്ള ഖുർആനിന്റെ അവസാനത്തെ 3 സൂറത്തുകളെ കുറിച്ച് രക്ഷ തേടപ്പെടുന്നവ എന്ന റസൂലുള്ള പറഞ്ഞു. ആ രക്ഷ തേടപ്പെടുന്ന 3 സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നു. അത് ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊണ്ട് സ്വന്തം കൈകളിൽ ഊതിക്കൊണ്ട് ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു. രക്ഷ തേടപ്പെടുന്ന 3 സൂറത്തുകൾ ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് റസൂലുള്ളാഹി ഓതാറുണ്ട്. അപ്പം ചികിത്സിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ വചനങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കാനും തവക്കുലിന് ശക്തി ലഭിക്കാനും ആവശ്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അപ്പൊ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിന് മാനസികമായ പ്രയാസങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. എല്ലാ ദുഷിച്ച ചിന്തകളും മനസ്സിൽ നിന്ന് ഇല്ലാതെയാകും ആയത്തുൽ കുർസി. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു വേണ്ടാത്ത ചിന്ത വരുമ്പോ, ഒരു അനാവശ്യമായ സംഘർഷവും മാനസിക പ്രയാസവും വരുമ്പോ ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ ഓതിയിട്ടുണ്ട്. ഫാത്തിഹ ഓതി അള്ളാഹുവിനോട് രക്ഷ തേടിയിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അൽ ബഖറയുടെ അവസാനത്തെ 2 വചനങ്ങൾ ഓതി കഴിഞ്ഞാൽ അത് വൈകുന്നേരം ഒരാൾ ഓതിയാൽ അവന്റെ സംരക്ഷണമായിക്കൊണ്ട് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരാൾ പാരായണം ചെയ്താൽ ആമന റസൂലും ആ 2 ആയത്തുകൾ ഒരാൾക്ക് പകൽ സംരക്ഷണമായി കൊണ്ട് അതാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂലു, ഇഖ്ലാസ്, മുഅവ്വദത്തൈനി ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇതിലപ്പുറം ഒരു ചികിത്സാ രീതി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. മറ്റൊരു ഭയവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും പ്രയാസമുണ്ടായാലും ചികിത്സിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ ഇത്തരം അള്ളാഹുവിന്റെ കലിമത്തുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതോടുകൂടി അവന് പൂർണ്ണമായ നിർഭയത്വം ലഭിക്കുന്നു, മനസ്സിന് ശാന്തി ലഭിക്കുന്നു, പൂർണ്ണമായ തവക്കുൽ ലഭിക്കുന്നു. ഇതല്ലാത്ത മറ്റൊരു മാർഗം ഒരു വിശ്വാസിയുടെ മുമ്പിലില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് രോഗം വന്നാലും പരീക്ഷണം വന്നാലും അതാരെങ്കിലും സിഹിർ ചെയ്തിട്ടാണോ, മറ്റവന്റെ കണ്ണേറ് തട്ടിയിട്ടാണോ എന്ന് ഗവേഷണം നടത്തി പോവാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അന്വേഷിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ കാര്യം ഇതാണ്: എന്ത് രോഗം വന്നാലും പ്രയാസം വന്നാലും ചികിത്സിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ ഈ കലിമത്തുകൾ അള്ളാഹുവിന്റെ കലിമത്തുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. എങ്കിൽ പിന്നെ മറ്റൊരു ഭയത്തിന്റെയും ആവശ്യം നമുക്കില്ല. മാത്രല്ല, ഇപ്പൊ നമ്മൾക്ക് ഈ ഒരു വീട്ടില് ഒരാൾക്ക് രോഗം മാറി മറ്റൊരാൾക്ക് രോഗം വന്നു, അത് മാറി മറ്റൊരാൾക്ക് രോഗം വന്നു, ഇങ്ങനെ തുടരെയായിട്ട് പരീക്ഷണങ്ങൾ വരിക, പ്രയാസങ്ങൾ വരിക. അപ്പോഴേക്കാണ് പിശാച് നമ്മളെ മനസ്സിൽ അത് മറ്റോ ചെയ്തിട്ടായിരിക്കും, മറ്റോ നോക്കിയിട്ടായിരിക്കും, മറ്റോ പറഞ്ഞിട്ടായിരിക്കും എന്ന് ശൈത്താൻ നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ ഒരു തോന്നൽ നമ്മളെ മനസ്സിലുണ്ടായാല് അത് ശരിയാണോ അല്ലെന്ന് അറിയാൻ വേണ്ടി എങ്ങനെ അറിയാൻ മാർഗം? മറ്റോ സിഹർ ചെയ്തിട്ടാണോ എനിക്ക് രോഗം ഉണ്ടായത്, മറ്റോ കണ്ണ് വെച്ചിട്ടാണോ എനിക്ക് രോഗം ഉണ്ടായത്, എങ്ങനെ അറിയാൻ മാർഗം? അത് അറിയണമെങ്കിൽ ഏതെങ്കിലും ജ്യോത്സ്യന്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ സിദ്ധന്റെ അടുത്ത് പോകണം. അത് റസൂലുള്ള വിലക്കിയ കാര്യമാണ്. റസൂലുള്ള നമ്മള് ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലായിന്നാണ്. എന്നാൽ അവൻ പറയുന്നത്, ഒരു ജ്യോത്സ്യന്റെയോ സിദ്ധന്റെ അടുക്കൽ സന്ദർശിച്ചിട്ട് അവൻ പറയുന്നത് വിശ്വസിച്ചാലോ
അവൻ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. അള്ളാന്റെ റസൂൽ പറഞ്ഞതാ, മൻ അത്ത അറാഫൻ, ഒരു കണക്ക് നോട്ടക്കാരനെ ആരെങ്കിലും സമീപിച്ചു, ഔ സാഹിറൻ, അല്ലെങ്കിൽ ഒരു മാരണക്കാരനെ സമീപിച്ചു, ഔ കാഹിൻ, അല്ലെങ്കിൽ ഒരു ജോത്സ്യനെ സമീപിച്ചു, ഫസദ്ദഖഹു ബിമാ യഖൂലു, അവൻ പറയുന്നത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഖുർആനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാ. കാരണം എന്താ? അള്ളാന്റെ ഖുർആനിലുണ്ട് വൈബ് അള്ളാഹുനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് അള്ളാന്റെ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു വഹി മുഖേന അറിയിച്ചു കൊടുത്ത പ്രവാചകന്മാർക്കല്ലാതെ ഒരു വൈബും അറിയില്ല, വരാൻ പോകുന്ന കാര്യം അറിയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞ കാര്യം അറിയില്ല എന്ന് കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ജ്യോത്സ്യനെയോ മാരണക്കാരനെയോ കണക്ക് നോട്ടക്കാരനെയോ സമീപിച്ചാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലാകും. അവൻ പറയുന്നത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ അവൻ നിഷേധിച്ചിരിക്കുന്നു എന്ന് ഗണ്യതമായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം വരുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അത് മറ്റോ സിഹർ ചെയ്തിട്ടാണോ കണ്ണ് വെച്ചിട്ടാണോ എന്ന് ഗവേഷണം നടത്താൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ വല്ലതും ചെയ്തിട്ടാണോ എന്ന് അന്വേഷിച്ചു പോയാൽ അവൻ ഖുർആനിൽ അവിശ്വസിച്ചവനായി തീർന്നിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് രോഗം വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക, ചികിത്സിക്കുക, അള്ളാഹുവിന്റെ കലിമത്തുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് വിശ്വാസിയുടെ മുമ്പിലുള്ള മാർഗം. അതുകൊണ്ട് തന്നെ അഭൗതികമായി ഒരു ശക്തിയെയും അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടുന്ന ഒരു ആവശ്യം വിശ്വാസിയുടെ ജീവിതത്തിലില്ല. അങ്ങനെ സമ്പൂർണമായ നിർഭയത്വത്തോടു കൂടി ജീവിക്കുന്നവരാണ് വിശ്വാസി എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മൾ ആ നിലക്ക് അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിലായിത്തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീൻ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം വിശ്വാസ കാര്യങ്ങളൊക്കെ നമ്മളെ തെറ്റിച്ചുകൊണ്ട് ശിർക്കിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ വളരെ വ്യാപകമായിട്ടുണ്ട്. ശൈത്താൻ നമ്മെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിലൂടെ, പിന്നിലൂടെ, ഇടത് ഭാഗത്തൂടെ, വലത് ഭാഗത്തൂടെ ഒക്കെ ശൈത്താൻ വരികയും എങ്ങനെ നമ്മൾ ഓരോരുത്തരെയും തെറ്റിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ വിശ്വാസത്തിൽ നമ്മളെ തെറ്റിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും അള്ളാഹുവെ ശിർക്കിലാകപ്പെടുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക്, വഴികേടിലേക്ക്, നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന വിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തുണ്ടാവണം. ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് മടങ്ങണം. കാരണം ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമോ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമോ അല്ല ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളുമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ശ്രദ്ധിക്കാം. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും അല്ലെങ്കിൽ പുതിയ പുതിയ അനുഗ്രഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മാർഗങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടിയുമാണ് പലരും ഇത്തരത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് പലരെയും സമീപിക്കാറുള്ളത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ അർപ്പിക്കുക. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അത് ചില ആളുകൾക്ക് അത് തിന്മ ചെയ്യാൻ ഒരു പ്രോത്സാഹനമാവുക. കാരണം ഞാൻ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് കണക്കാക്കിയിട്ടാണ്, ഞാൻ വേണ്ടാത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് കണക്കാക്കിയിട്ടാണ് എന്ന് പറയാം. മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞിരുന്നു അങ്ങനെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയാണ്, സയഖൂലുല്ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ഷൈ. അള്ളാഹു ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, ഞങ്ങളുടെ പിതാക്കളും ഞങ്ങൾ ഒരു ഹറാമും ചെയ്യുമായിരുന്നില്ല. അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുന്നത്. ഞങ്ങൾ മദ്യപിക്കുന്നതും മറ്റു ഹറാമൊക്കെ ചെയ്യുന്നെങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടാണ്. കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം. അപ്രകാരം അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. ഹത്താ ദാഖൂ ബഅസനാ. നമ്മുടെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നത് വരെ. അപ്പോൾ നബി അവരോട് ചോദിക്കുക, ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതുഖ്രിജൂഹു ലനാ. നിങ്ങൾ ശിർക്ക് ചെയ്യണം, നിങ്ങൾ മദ്യപിക്കണം, നിങ്ങൾ വൃത്തികെട്ടവരാവണം എന്ന് അള്ളാഹ് കണക്കാക്കി വെച്ചു എന്നത് നിങ്ങൾക്ക് വല്ല രേഖയുണ്ടോ?
ഫതുഖ്രിജൂഹു ലനാ നാദ് കൊണ്ടുവരിക. അള്ളാന്റെ ഖുർആനിൽ അത് പറയുന്നത്. നമുക്ക് എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഞാൻ മദ്യപിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് കണക്കാക്കിയിട്ടാണ്. അങ്ങനെ അള്ളാഹ് കണക്കാക്കിയിട്ടാണ് നീ മദ്യപിക്കുന്നത്, നീ തെറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ, നിന്റെ കാര്യത്തിൽ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയാൻ നിന്റെ അടുത്ത് വല്ല റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന വിശുദ്ധ ഖുർആൻ. ഇൻ തത്തബിഊന ഇല്ലല്ലാഹ്, അവർ ഊഹത്തെ അല്ലാതെ പിന്തുടരുന്നില്ല. വഇൻ അൻതും ഇല്ലാ തഖ്റുസൂൻ, നിങ്ങൾ മതിച്ചു പറയുക, ഊഹിച്ചു പറയുക അല്ലാതെ ചെയ്യുന്നില്ല എന്ന്. അപ്പൊ നമ്മള് ഓരോരുത്തരും നമുക്ക് തിന്മ ചെയ്യാനുള്ള ഒരു ന്യായീകരണമല്ല എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്നത്. തിന്മ ചെയ്തിട്ട് അതൊക്കെ അള്ളാഹ് കണക്കാക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാൻ നമ്മൾക്ക് യാതൊരു റെക്കോർഡില്ല. അള്ളാഹു ഞാൻ മദ്യപാനി ആവണം, തമ്മാടി ആവണം എന്ന് കണക്കാക്കി വെച്ചിരിക്കുന്നു, നമ്മൾക്ക് രേഖയല്ല. ഇതേ ചോദ്യം സഹാബത്ത് റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ഖദ് കതബ മഖഅദഹു മിനൽ ജന്നത്തി വ മഖഅദഹു മിനൻ നാർ. നിങ്ങൾ ഒരാളും തന്നെ സ്വർഗവും നരകവും എഴുതപ്പെടാത്തവരായിട്ടില്ല. ഖാലു യാ റസൂലല്ലാഹ്, അപ്പോൾ ചോദിച്ചു, അള്ളാന്റെ റസൂലെ, അഫലാ നത്തഖിലു, എങ്കിൽ ഞങ്ങൾ ആ എഴുത്തിനെ ഏൽപ്പിച്ചുകൊണ്ട്, എഴുത്തെന്തായിരിക്കും അതിനനുസരിച്ച്, അലാ കിതാബത്തിനെ, ഞങ്ങളുടെ മേലുള്ള എഴുത്തിനെ കണക്കാക്കിക്കൊണ്ട്, നദഉൽ അമല, ഞങ്ങൾ അമല് ചെയ്യുന്നതൊക്കെ നിർത്തട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹദീസ് റിപ്പോർട്ട് കാണാം, അബിഹാദ ഉമിർത്തും, ഇത്തരം തർക്കം നടത്താനാണോ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത്? അംബിഹാദ ഉർസിൽതും ഇലൈക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഇത്തരം അനാവശ്യമായ തർക്കങ്ങൾക്ക് വേണ്ടിയാണോ? ഇന്നമാ ഹലക മൻ കാന ഖബലക്കും ഹീന തനാസഉ, നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചു പോയിട്ടുള്ളത് ഇത്തരം അനാവശ്യമായ തർക്കങ്ങൾ കൊണ്ടാണ്. അസംതു അലൈക്കും അല്ലാ തനാസഉ ഫീ, അതുകൊണ്ട് ഇത്തരം അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപഴകരുത് എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക്, ഇഅ്മലു കമാ ഉമിർത്തും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട അനുസരിച്ച് ചെയ്തുകൊള്ളുക, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് ചെയ്തുകൊള്ളുക. നിങ്ങൾ സ്വർഗത്തിന് ഉടമയാവണം, നിങ്ങൾ നരകത്തിന് ഉടമയാവണം എന്ന് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചു എന്നതിൽ നിങ്ങളടുത്ത് രേഖല്ല, അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കേണ്ടതില്ല, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തു കൊള്ളുക. ഇതൊക്കെ റസൂലിനോട് ചോദ്യം വന്നിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറയാണ്, ഫകുല്ലും മുയസ്സറുൻ ലിമാ ഖുലിഖ, ഓരോരുത്തരും അവരവർക്ക് കണക്കാക്കപ്പെട്ടതനുസരിച്ച് സൗകര്യം ചെയ്യപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി, ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, ഏതൊരുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തുകയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നുവോ, ഫസനു യസ്സിറുഹു ലിൽ യുസ്റ, അവൻ കൂടുതൽ സൗകര്യത്തിലേക്ക്, എളുപ്പമായതിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. ഏതൊരുവൻ ഏറ്റവും ഉന്നതമായതിനെ കളവാക്കുകയും ഞാൻ തന്നെ മതിയായവനാണ് എന്ന് തോന്നുകയും ചെയ്യുന്നുവോ, അവനെ കൂടുതൽ പ്രയാസത്തിലേക്ക് അള്ളാഹു എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അത് സ്വർഗത്തിൽ, നമ്മുടെ കാര്യത്തിൽ അള്ളാഹു സ്വർഗം വിധിച്ചു വെച്ചിരിക്കുന്നു, നമ്മുടെ കാര്യത്തിൽ നരകം വിധിച്ചു വെച്ചിരിക്കുന്നു എന്നത് നമ്മുടെ അടുക്കൽ ഒരു റെക്കോർഡുമില്ല. നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ അതിന് കൊടുത്ത മറുപടി. പിന്നെ അള്ളാഹുവിന്റെ എഴുത്തിനെ കുറിച്ച് അത് നമ്മളൊന്നും നോക്കേണ്ടതില്ല, നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യാനാണ് അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ അള്ളാഹുവിന്റെ അറിവില്ലേ, അള്ളാഹുവിന്റെ കഴിവില്ലേ എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായും ചോദിക്കാം. ഇപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് ഇവിടെ നിന്നാല് ആ ചുമര് കാണാം, ഈ ഗ്രൗണ്ട് കാണാം, ആ ചുമരും കാണാം. ഒരു ഒച്ചിന് ഈ വിരലിനത്തെ വലിപ്പേണ്ട ഒരു ഒച്ചിന്, ആ ഒച്ചിന്റെ അത്ര നീളം മാത്രമേ മുമ്പോട്ട് കാണുള്ളൂ. ആ ഒച്ചിന്റെ നീളം എത്ര, ഈ ഒച്ചിന്റെ ശരീരത്തിൽ എത്ര നീളമുണ്ടോ അത്ര മാത്രമേ മുമ്പോട്ട് കാണുള്ളൂ. അപ്പൊ ഒരു ഒച്ച ആ ചുമരുവിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് എഴഞ്ഞെത്തി, അത് ഞാനിവിടുന്ന് ഇങ്ങനെ കാണുകയാണ്. എങ്കിൽ ഒരു 35 മിനിറ്റ് കൊണ്ട് ആ ചുമരിൽ നേരെയാണ് അത് എഴുതുന്നതെങ്കിൽ അവിടെ എത്തും എന്ന് ഞാനിവിടെ എഴുതി വെച്ചു. ആ മുകളിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് താഴെ എഴഞ്ഞെത്തിയ ഒച്ച് 35 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് ഇവിടെ എത്തും. ആ വേഗത്തിൽ പോയാൽ നേരെ എഴഞ്ഞാൽ ഇവിടെ എത്തും എന്ന് ഞാൻ പറഞ്ഞു. ആ ഒച്ച് പിന്നെ ചരിഞ്ഞുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഒരു 45 മിനിറ്റ് കൊണ്ട് ആ ചുമരിൽ അവിടെ എത്തുമെന്ന് ഞാനിവിടെ എഴുതി വെച്ചു. എങ്കിൽ ഞാനിവിടെ എഴുതി വെച്ചത് കൊണ്ടാണോ
അത് അല്ല നേർക്ക് അത് ചലിച്ചത് കൊണ്ടാണോ അത് കൃത്യമായ സ്ഥലത്ത് എത്തിയത്? ഒരിക്കലും എന്റെ എഴുത്തും അതിന്റെ ചലനമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ടും അറിയുന്ന കൃത്യമായി കാണുന്നു ഈ പ്രതലങ്ങളൊക്കെ എന്നതുകൊണ്ട് എനിക്കത് എഴുതാൻ സാധിക്കും. പക്ഷെ അത് അറിയില്ല. അതിന്റെ ശരീരത്തിന്റെ അത്ര ദൂരത്തിൽ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരോടും എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തു കൊള്ളുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് അള്ളാഹുവിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരാൾക്കും തന്നെ അറിയില്ല നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് എഴുതപ്പെട്ടത് എന്ന്. അള്ളാഹുവിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്തു കൊള്ളുക എന്നാണ് അള്ളാഹുവിന്റെ റസൂല് ഈ വിഷയത്തിൽ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ എഴുത്ത് അള്ളാഹുവിന്റെ തീരുമാനമല്ല, അത് അള്ളാഹുവിന്റെ മുന്നറിവാണ്. അങ്ങനെ മുന്നറിവുള്ള അള്ളാഹു എന്തിന് സൃഷ്ടികളെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹു ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന്റെ അധികാര രഹസ്യം എന്താണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. ഫഅാലുൽ ലിമാ യുരീദ്, നിങ്ങളോട് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിച്ചു കൊള്ളുക. അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു എന്നുള്ള നിലക്ക് അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു. ഫഅാലുൽ ലിമാ യുരീദ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പിന്നെ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവനാകുന്നു, അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നവനല്ല എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാം, നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു നന്മ തിന്മ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നല്ലേ. അതുകൊണ്ട് എന്റെ സ്വർഗവും എന്റെ നരകവും അള്ളാഹു കണക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഓരോരുത്തരും അവർക്ക് തീരുമാനിക്കപ്പെട്ടതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നും എല്ലാവർക്കും അള്ളാഹു പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നും നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് എന്നുമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. സർവശക്തനായ നാഥൻ എനിക്കും നിങ്ങൾക്കും യഥാർത്ഥ ശരിയായ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ അബദ്ധങ്ങളും വീഴ്ചകളും നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും വീഴ്ചകളും റബ്ബെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ വിട്ടുവിട്ട് മാപ്പാക്കി തരുന്ന തമ്പുരാനെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബെ രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബെ. ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളുമായിട്ടുള്ള ആളുകൾക്ക് നീ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.